ക്യുസാറ്റിൽ എഞ്ചിനീയറിംഗ് വിഭാഗം സംഘടിപ്പിച്ച സംഗീത നിശയ്ക്കിടെ തിക്കിലും തിരക്കിലും പെട്ട് 4 പേർ മരിച്ച സംഭവത്തിൽ കുറ്റപത്രം സമർപ്പിച്ചു. മുൻ പ്രിൻസിപ്പൽ ദീപക് കുമാർ സാഹു, അധ്യാപകരായ ഗിരീഷ് കുമാർ തമ്പി, എൻ ബിജു എന്നിവരെ പ്രതിയാക്കിയാണ് കുറ്റപത്രം നൽകിയിരിക്കുന്നത്. വിഷ്ണു സുരേഷ്, വിഷ്ണു, ആ രാത്രി എന്താണ് ഇന്നലത്തെ പോലെ ഓർമ്മ, വലിയ സങ്കടമുണ്ടായ വേദനയുണ്ടായ രാത്രിയാണ്. അന്നത്തെ അവിടുത്തെ കുട്ടികളുടെ രക്ഷാകർത്താക്കളുടെ ആരൊക്കെ പെട്ടു എന്നറിയാത്ത, എത്ര മരണമുണ്ട് എന്നൊക്കെ അറിയാത്ത വലിയ ആശങ്കയുടെ രാത്രി. കുറ്റപത്രത്തിൽ പറയുന്നത് എന്താണ് വിഷ്ണു? ഹാഷ്മി, 4 പേർക്കാണ് അന്ന് ജീവൻ നഷ്ടമായത്. 3 വിദ്യാർത്ഥികളും പുറത്തുനിന്ന് പരിപാടി കാണാനെത്തിയ ഒരാളുമാണ് ഈ അപകടത്തിൽ മരിച്ചത്. അപകടം നടന്നത് 2023 നവംബർ 25-നാണ്. 1 വർഷവും 2 മാസവും കഴിഞ്ഞാണ് നിലവിൽ പോലീസ് കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നത്. തൃക്കാക്കര ഡിവൈഎസ്പി ടി വി ബെന്നിയുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക സംഘമാണ് കേസ് അന്വേഷിച്ചത്. കേസിൽ 3 പ്രതികളുണ്ട്. ഒന്ന് എഞ്ചിനീയറിംഗ് വിഭാഗം മുൻ പ്രിൻസിപ്പൽ അടക്കമുള്ള ആളുകളാണ് കേസിൽ പ്രതികളായിട്ടുള്ളത്. മനഃപൂർവ്വമല്ലാത്ത നരഹത്യയാണ് ഇവർക്കെതിരെ ചുമത്തിയിരിക്കുന്നത്. ഒപ്പം അന്ന് എഫ്ഐആറിൽ ഉന്നയിച്ച സംഘാടനത്തിലെ പിഴവ് അടക്കമുള്ള കാര്യങ്ങളാണ് പ്രധാനമായും കുറ്റപത്രത്തിൽ പറയുന്നത്. ഇനി കുറ്റപത്രം സമർപ്പിച്ച പശ്ചാത്തലത്തിൽ വിചാരണ നടപടികൾ ഉടൻ തന്നെ ആരംഭിക്കുകയും ചെയ്യും. നാടിനെ നടുക്കിയ ഒരു പ്രധാനപ്പെട്ട, അല്ലെങ്കിൽ ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു ദുരന്തമായിരുന്നു കുസാറ്റിൽ സംഭവിച്ചത്. എഞ്ചിനീയറിംഗ് വിഭാഗം നടത്തിയ ഒരു സാംസ്കാരിക, അല്ലെങ്കിൽ ഒരു DJ പരിപാടിക്കിടെ, ഒരു ഗാനമേള പരിപാടിക്കിടെ ആണ് ഇത്തരത്തിലൊരു വലിയ അപകടം അവിടെ ഉണ്ടായത്. ഹാഷ്മി, വിഷ്ണു സുരേഷ്, പ്രേക്ഷകർ പറഞ്ഞിട്ടുണ്ടാവില്ല, അന്നൊരു നമ്മുടെ വൈകിട്ട് എൻകൗണ്ടർ ചർച്ചയുടെ സമയമായിരുന്നു. അതിൻ്റെ ചർച്ച തീരുന്നില്ല. ചർച്ച ഒരു പകുതി ആയപ്പോഴത്തേക്കാണ് ഇത്തരത്തിൽ തിക്കിലും തിരക്കിലും അപകടം ഉണ്ടായത്. നമ്മുടെ തൊട്ടടുത്താണ് കുസാറ്റ്. അങ്ങോട്ടേക്ക് അപ്പം തന്നെ ഇറങ്ങി പോവുകയും ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്ന ഈ സങ്കടങ്ങളുമായും ഒരുപാട് രക്ഷാകർത്താക്കളും ആരുടെ മക്കളാണ് പെട്ടുപോയത്. സ്വാഭാവികമായിട്ടും ഉണ്ടാവുമല്ലോ, എൻ്റെ മോനുണ്ടോ എന്ന് ആശങ്ക ഉണ്ടാവുമല്ലോ. അപ്പോൾ അങ്ങനെയുള്ള കരച്ചിൽ, കൂട്ടുകാരുടെ സങ്കടം, അങ്ങോട്ടേക്ക് ആശുപത്രിയിലേക്ക് നിരന്തരം വന്നുകൊണ്ടിരിക്കുന്ന ആംബുലൻസുകളൊക്കെ വല്ലാത്തൊരു രാത്രിയായിരുന്നു അത്. എന്തായാലും കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നു. ഇനി അങ്ങനെ ഒരു സംഭവം കേരളത്തിൽ ആവർത്തിക്കാതിരിക്കട്ടെ എന്ന് മാത്രം ആഗ്രഹിക്കുകയാണ്.